ശബരിമല വിഷയത്തിൽ വീണ്ടും പ്രധാനപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോ കോൺഗ്രസ് ചോദിച്ചതിനൊക്കെ ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് ഇതുവരെ മിണ്ടിയിട്ടില്ല ശബരിമല വിഷയത്തിൽ. പക്ഷേ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് SITയെ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നു, എന്നെ കൊണ്ട് അവരുടെ പേരുകൾ പറയിപ്പിക്കരുതെന്ന്. അപ്പൊ നമ്മൾ കരുതി കോൺഗ്രസ് ഇതിൽ വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ അതിന് മുന്നേ ഒക്കെ കോൺഗ്രസിലെ UDF കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നു. ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്, കടകംപള്ളിക്ക് ശേഷം മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ, ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അടൂർ പ്രകാശിനെ. അത് വിളിപ്പിക്കുന്നത് അടൂർ പ്രകാശിന്റെ പോറ്റിയുടെ ദില്ലി യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനാണ്. ഇത് കോൺഗ്രസിന് എങ്ങനെയായിരിക്കും പ്രതിസന്ധിയിലാക്കുന്നത്? പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയമൊക്കെ ആഹ്ലാദിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ്. ഈ അടൂർ പ്രകാശ് UDFന്റെ കൺവീനറാണ്. അപ്പോൾ അടൂർ പ്രകാശ് നേരത്തെ ഈ വിവാദത്തിൽ പെട്ടതിന് ശേഷം അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി. അന്ന് പറഞ്ഞത്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ നിയമസഭാ മണ്ഡലത്തിൽ അംഗമായിരുന്നു അടൂർ പ്രകാശ്. അവിടെ നിന്നാണ് പിന്നെ ആറ്റിക്കലിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് അടൂർ പ്രകാശ് പോകുന്നത്. അവിടുത്തെ ചില കാര്യങ്ങളിൽ, ചില ഇടപെടലുകളിലൊക്കെ തന്നെ ഈ പറയുന്ന പോറ്റിയുമായിട്ട് ബന്ധമുണ്ടായി, അടുപ്പമുണ്ടായെന്ന് പറയുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയെ സന്ദർശിക്കാനായിട്ട് ഈ പോറ്റി ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ചിത്രത്തിൽ അടൂർ പ്രകാശ് ഉണ്ട്, ഒപ്പം ആന്റണി MP ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പത്തനംതിട്ട ജില്ലയുമായിട്ട് നല്ല ബന്ധമുള്ളത്. കാരണം അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നപ്പോൾ കോന്നിയിൽ നിന്നാണ് നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചത്. ആന്റണി എത്രയോ വർഷമായിട്ട് പത്തനംതിട്ടയിലെ MP ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പോറ്റിയുടെ കൂടെ എങ്ങനെ വന്നു? മാത്രമല്ല പോറ്റി ഈ കയ്യിൽ, സോണിയാഗാന്ധി കയ്യിൽ ചരടോ മറ്റോ കെട്ടിക്കൊടുക്കുന്ന ദൃശ്യമുണ്ട്. അപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത്, ഞാനല്ല ഇയാൾക്ക് സോണിയാഗാന്ധിയെ കാണാനുള്ള ഒരു പെർമിഷൻ മേടിച്ചു കൊടുത്തത്, ഞാൻ MP ആയതുകൊണ്ട് എൻ്റെ കൂടി സാന്നിധ്യം വേണമെന്ന് പോറ്റി ആവശ്യപ്പെട്ടു, അതുകൊണ്ട് സോണിയെ കാണാൻ പോയപ്പോൾ ഞാനും പോയി. ഇതിനുശേഷം വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് വല്ലാതെ അസ്വസ്ഥനായി. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വലിയ മാറ്റമുണ്ടായി. ഇത്രയൊക്കെ പറയാൻ സൗകര്യമുള്ള രീതിയിൽ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴും സംശയം വരുന്നത്, ഈ ആന്റണി എന്താ? ആന്റണിക്ക് എങ്ങനെയാണ് ബന്ധം? ആന്റണി എന്ന് പറയുന്നത് കേരളത്തിൽ KPCCയുടെ നേതാവാകാൻ, അതായത് കേരളത്തിലെ കോൺഗ്രസിനെ മൊത്തം കയ്യിലിട്ട് നിയന്ത്രിക്കാനുള്ള ചില ചരടുവലികളൊക്കെ നടത്തി. AICC തലത്തിൽ നടത്തുകയും KPCC പ്രസിഡന്റ് ആകാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. വളരെ കൃത്യമായിട്ട് അതിനെ വെട്ടിപ്പറിച്ച് ദൂരെ എറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ആന്റണിക്ക് ആ പദവിയിലെത്താൻ പറ്റാതിരുന്നത്. അപ്പൊ സോണിയാഗാന്ധിയുടെ അടുത്ത്, രാഹുലിന്റെ അടുത്തൊക്കെ വലിയ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അടൂർ പ്രകാശ് ഇക്കാര്യമെല്ലാം പറയുകയും അടൂർ പ്രകാശിനെ ഇനി ചോദ്യം ചെയ്യാനായിട്ട് SIT വിളിപ്പിക്കുകയും ചെയ്യാൻ പോകുന്നു. ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ 2 ദിവസം മുമ്പ് ചോദ്യം ചെയ്തു. 2 ദിവസത്തിന് ശേഷമാണ് ഈ വിവരം മാധ്യമങ്ങൾക്ക് പോലും കിട്ടിയത്. അപ്പോൾ SIT അത് രഹസ്യമായിട്ട് വെച്ചു. ഇപ്പൊ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമായി മാറിയതോടുകൂടി കോൺഗ്രസിലെ ഒരു ഉന്നതനെ കൂടി ചോദ്യം ചെയ്യണം. അപ്പോൾ അടൂർ പ്രകാശ് വരുന്നു. കാരണം UDFന്റെ കൺവീനറാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടും. സിമ്പിൾ അല്ലേ? സോണിയാഗാന്ധിയുടെ കൂടെ, നിങ്ങളുടെ കൂടെ നിന്ന് ആരാ? ആന്റണി MP. നാളെ SIT പറയില്ലേ, അടൂർ പ്രകാശ് പറഞ്ഞു ആന്റണി MPയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ആന്റണി MPയെ ചോദ്യം ചെയ്യും. ഈ വിഷയം വളരെ കൃത്യമായിട്ട് ഡൈവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതായിരിക്കും ഒരുപക്ഷെ SIT അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു നീക്കം നടത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭണ്ഡാരിയെ, പോറ്റിയെ, അതുപോലെ തന്നെ മണിയെ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരുമായിട്ട് ലിങ്ക് വളരെ കറക്റ്റാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് എന്താ? ഞാനും ഒരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകനായ കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് പോറ്റി ബംഗളൂരുവിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നത്. ഇത് ഡൽഹിയിൽ ഹോട്ടലിലോ മറ്റോ ഇരിക്കുന്നത് അല്ലെ, ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് പോറ്റിയുമായിട്ട് അടൂർ പ്രകാശിൻ്റെതായിട്ട് പുറത്തു വന്നത്. ഇനി നാളെ മറ്റൊരു ചിത്രം കൂടി പുറത്തു വന്നുകൂടാഴിയില്ല. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, UDFിലെ ചില നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ആദ്യം UDF കൺവീനറെ SIT വിളിച്ചു വരുത്താൻ പോകുന്നു. അങ്ങനെ വിളിച്ചു വരുത്തിയാൽ അടൂർ പ്രകാശ് എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് അന്വേഷണം ആന്റണിയിലേക്കോ മറ്റു കോൺഗ്രസ് നേതാക്കളിലേക്കോ തിരിയും. ഇനി മുൻ ദേവസ്വം മന്ത്രി ശിവകുമാർ കിടപ്പുണ്ട്, ശിവകുമാറിന്റെ സഹോദരൻ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്. അന്വേഷണം എങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും. ഇത് ഈ SITയെ സംബന്ധിച്ചിടത്തോളം CPM-ൽ നിന്ന് അന്വേഷണം ഡൈവേർട്ട് ചെയ്ത് വിട്ടാലേ അവർക്കൊരു സമാധാനമുള്ളൂ. കാരണം പിണറായി വിജയന്റെ ഒപ്പമുള്ള നേതാക്കന്മാരെ പിടിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സമ്മർദ്ദം എത്രത്തോളമാണെന്ന് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി ഇത് പ്രത്യേകിച്ച് കോൺഗ്രസിലോട്ട് ഇത് പോകണം എന്നുള്ളത് എങ്ങനെയാണ് സോണിയാഗാന്ധിക്ക്, ഈ പണ്ട് കരുണാകരൻ പോലും കാത്തുനിന്ന സോണിയാഗാന്ധിയെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ Z കാറ്റഗറി സുരക്ഷയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതെന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് അവർ ഉത്തരം പറയണ്ടേ? ഇത് ഈ വിഷയത്തില് LDFിനെതിരെ കോൺഗ്രസ് വളരെ ഏകപക്ഷീയമായിട്ട് ഗോളടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിരോധത്തിലായിരുന്നു LDF. അപ്പൊ LDFിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ വരുന്നുണ്ട് 2026 എന്ത് വെച്ചുകൊണ്ട് നേരിടും?
അങ്ങനെ നോക്കുമ്പോഴാണ് സോണിയാഗാന്ധിയെ സംബന്ധിച്ചുള്ള ചിത്രം കിട്ടിയത്. സോണിയാഗാന്ധിയെ നേരിട്ട് കയറി പിടിക്കാനൊന്നും പറ്റിയില്ല, കാരണം അതിൻ്റെ കുറെ സംവിധാനങ്ങളുണ്ട്, അതിലേക്കുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തരെ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ കേരളത്തിലുള്ള UDF-ന്റെ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അടൂർ പ്രകാശ് ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ CPM-ന് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് നടന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭരണം LDF-നാണ്, കോടതിയാണ് മേൽനോട്ടത്തിൽ SIT ഇതിന് നിയോഗിച്ചെങ്കിലും SIT-യെ നിയന്ത്രിക്കുന്നത് കേരള ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പാണ്. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏകപക്ഷീയമായിട്ട് കോൺഗ്രസിന് ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. കോൺഗ്രസിന്റെ മുന്നിൽ ഒരു പുതിയ തേങ്ങ പോലെ ഓരോരോ വ്യക്തികളെ പുതിയതായിട്ട് ഓരോരുത്തർ വരികയാണ്. എന്ന് മാത്രമല്ല, ഇനിയും ഇതിനോട് ബന്ധപ്പെട്ട് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. ഈ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം, ചെന്നിത്തലയാണ് ആദ്യമായിട്ട് വെടിപൊട്ടിച്ചത്. അദ്ദേഹം വെടിപൊട്ടിച്ചതിന്റെ ഉദ്ദേശമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. പക്ഷെ ഇപ്പോ എന്താ പറയുന്നത്, പിടിച്ച മൂർഖനാണെന്ന രീതിയിൽ തിരിഞ്ഞു കടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് ഈ നിലപാടിൽ, ഇപ്പോഴും അവർ അഗ്രസീവായിട്ട് നിൽക്കുന്ന ചെന്നിത്തലയുടെ നിലപാടിൽ ഒരുപക്ഷെ ഒരു മാറ്റം വരുത്തുവാനും അടുത്ത ഇലക്ഷനിൽ മുഖ്യ വിഷയമായിട്ട് LDF-നെതിരെ ശബരിമല വിഷയം സജീവമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് ഓരോരോ വെടി പൊട്ടിച്ചുകൊണ്ടിരുന്ന ചെന്നിത്തല തൽക്കാലം നിശബ്ദനാകുവാനും ഒരുപക്ഷെ ഈ ഒരു കാരണം മതിയായ ഒരു സാഹചര്യം സൃഷ്ടിക്കും. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തപ്പെട്ട ഒരു പോറ്റി കേറ്റി ആ പാട്ടില് എല്ലാ വരികളും ഇവിടെ ഇതാ ശരിയായി എന്ന് കോൺഗ്രസ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. കാരണം ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതോടുകൂടി PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ പത്മകുമാറിന് ഈ കേസുമായിട്ട് ചില ബന്ധങ്ങളുണ്ടെന്നും ആ ബന്ധത്തിൽ സഖാവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പിന്നീട് അറസ്റ്റിലായ ഒരു പൊളിറ്റിക്കൽ നേതാവ്, ഈ പറയുന്ന ദേവസ്വമുള്ള നേതാവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തല്ലോ. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ CPM അടപടലം മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് ഇപ്പൊ ഈ പറയുന്ന SIT-യുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിലാണോന്ന്. പക്ഷെ ഇപ്പൊ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. നാളെ ഈ ഹൈക്കോടതിയിൽ അന്വേഷണം അവസാനിച്ച് കഴിയുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരും. അത് ഇവർ മുന്നിൽ കാണുന്നുണ്ട്, കാരണം കൈവിട്ട് കളിക്ക് പോയില്ല. അപ്പോൾ ഇപ്പുറത്തെ ഒരു 50% CPM-നെതിരെ നീക്കം നടത്തിയാൽ ഒരു 10% UDF-നെതിരെ നീക്കം നടത്തണം, അല്ലെങ്കിൽ അത് പെട്ടുപോകും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം. ഇതിൽ ഈ അടൂർ പ്രകാശ് കാര്യം വ്യക്തമാക്കി, ഞാനല്ല അവർക്ക് പെർമിഷൻ മേടിച്ചു കൊടുത്തേ. അപ്പോൾ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പരമോന്നത നേതാവായ സോണിയാഗാന്ധിയെ കാണാനായിട്ട് ഒരു പെർമിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമല്ല. കാരണം കോൺഗ്രസിലെ എത്രയോ മുതിർന്ന നേതാക്കൾ ദിവസങ്ങളോളം ശ്രമിച്ചിട്ടും ഈ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കാത്ത ആളാണ് സോണിയ, രാഹുലും ഒക്കെ. അങ്ങനെയുള്ള പിന്നെ കോൺഗ്രസിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അവരെ ഒന്നും ഉൾപ്പെടുത്താതെ എങ്ങനെയാണ് ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് തരപ്പെട്ടത്? അത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന KC വേണുഗോപാലിന്റെ കാര്യമുണ്ട്. KC വേണുഗോപാൽ ഒന്നും ഈ ചിത്രത്തിലില്ല. വളരെ ബുദ്ധിമാനാണ് KC വേണുഗോപാലിനോട് മനസ്സിലാക്കണം. അപ്പൊ സോണിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഒരു പോറ്റിയെ രംഗപ്രവേശം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് ഇതിനുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല, സോണിയയുടെ സഹോദരി ആന്റിക് വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു കട വിദേശത്ത് ഇറ്റലിയിൽ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അത്തരം സ്ഥലത്തേക്ക് ആന്റിക് സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരു ഇടനിലക്കാരന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. അന്ന് സോണിയയ്ക്ക് ഗ്രീൻ ചാനൽ വഴി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. കാരണം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണെങ്കിലും ചരട് മുഴുവൻ സോണിയുടെ കയ്യിലായിരിക്കും. അപ്പൊ അതിന്റെ ചില തെളിവുകളൊക്കെ വലിച്ച് SIT-യുടെ മുമ്പിലേക്ക് ഇടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയോട് പറഞ്ഞത് ഞങ്ങളുടെ അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്നാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഡൽഹിയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും പോയി ഇവർക്ക് അന്വേഷണം നടത്തണം. അപ്പോൾ അടൂർ പ്രകാശും ആന്റണിയും ഡൽഹിയിൽ നടത്തിയ യാത്രയുടെ മീറ്റിംഗിന്റെ വിശദ വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്നാ കോൺഗ്രസ് പെട്ടുപോകില്ലേ? തീർച്ചയായിട്ടും കടകംപള്ളിയും പിന്നെ വാസുവും പത്മകുമാറും പോറ്റി മാത്രമല്ല പ്രകാശും പറയും ഇനി എന്തിനാണ് പോയത്, എന്തിനാണ് പോറ്റിയെ കണ്ടത്, പോറ്റിയായിട്ട് സോണിയാഗാന്ധിക്കുള്ള ബന്ധമുണ്ട്. സിനിജ ഒരു കാര്യം വളരെ കറക്റ്റാണ്. കാരണം സാധാരണ ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള എല്ലാ മീറ്റിംഗിലും KC വേണുഗോപാലിന്റെ ഒരു സാന്നിധ്യം നമ്മൾ കാണും. പക്ഷെ ഈ ഫോട്ടോ എടുപ്പിൽ KCയെ കണ്ടിട്ടില്ല. അപ്പൊ ബുദ്ധിമാനാണ്. നാളെ ഇതൊരു പ്രശ്നമായാൽ ഇതിനിടയിലോട്ട് താൻ മുഖ്യമന്ത്രി കസേരയൊക്കെ കേരളത്തിലെ സ്വപ്നം കണ്ട് നടക്കണം. അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഒരു ഇതായി വരരുത് എന്നുള്ളത് കണ്ടിട. ചെന്നിത്തല അതിന് മുന്നേ എറിഞ്ഞു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ചെന്നിത്തല എറിഞ്ഞതല്ല, കാരണം 500 കോടി രൂപയുടെ ഇടപാട് നടത്തിയ ഒരു ഇടനിലക്കാരനുണ്ട്, വ്യവസായ പ്രമുഖനുണ്ടെന്നൊക്കെ പറഞ്ഞത് ചെന്നിത്തല വളരെ സേഫ്. കാരണം ചെന്നിത്തലയ്ക്ക് ഉറപ്പുണ്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടില്ല. മുഖ്യമന്ത്രിയുടെ ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ചിലരിലേക്ക് ഇത് എത്തിക്കാം എന്നുള്ളത് ഒരു ലക്ഷ്യമുണ്ട്. 1-2 പേരെ ഇതിലൂടെ തകർക്കാൻ പറ്റും.
വേണമെങ്കിൽ തകർത്തോട്ടെ. ഇപ്പൊ ചെന്നിത്തല നാളെ മുഖ്യമന്ത്രി ആണോന്ന് ഈ ന്യൂജൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഞാൻ മാന്യനാണ്, ഞാൻ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ വരുത്തി തീർക്കുകയും NSSന്റെ ഒരു പിന്തുണ നേടിയെടുക്കുകയൊക്കെ ചെയ്താൽ ചില ലക്ഷ്യങ്ങൾ ചെന്നിത്തലയ്ക്കും ഉണ്ടാകാം അല്ലെ? അയ്യപ്പനോടുള്ള ഭയങ്കര ആളാത്ത സ്നേഹമൊന്നും അല്ല, ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ ഭയങ്കര ഒരു കോൺസ്പിരസി തിയറി ഉണ്ട് എന്നുള്ളത് ആദ്യം മുതൽ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് പോകെ പോകെ ഇറ്റലി വരെ എത്താവുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെയും പിടിച്ച് കുലുക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ബോംബാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ സാമ്പിൾ വെടിക്കെട്ടാണ്. തൃശ്ശൂർ പൂരം ഒരുപക്ഷെ വരാനിരിക്കുന്നത്. അതെ അതെ.